കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം മനസ്സലിവ് എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 18:21 മുതൽ 27 വരെയുള്ള വാക്യം നാം ധ്യാനിക്കുമ്പോൾ അവിടെ മനസ്സലിവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് മറ്റൊരാളിനോട് ഉണ്ടാകുന്ന ആദരവ ഭാവമാണ് മനസ്സലിവ്. ഒരു വിഷയത്തിൻ്റെ മേലുള്ള അന്തർഭാഗത്തുണ്ടാകുന്ന വികാരത്തിൻ്റെ വിസ്മരണമാണ് മനസ്സലിവ്. കടം വീട്ടുവാൻ നിവൃത്തിയില്ലാത്ത ദാസനോട് കരുണ കാണിച്ച യജമാനൻ്റെ മനോഭാവം ഇവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നു. ലൂക്കോസ് 10:33-34 വാക്യം വായിക്കുമ്പോൾ, മുറിവേറ്റ് വഴിയിൽ കിടന്ന യാത്രക്കാരനോട് നല്ല ശമരിയക്കാരൻ കാണിച്ച മനസ്സലിവ് എത്ര മാതൃകപരമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15:20 വാക്യം, ധൂർത്തുപുത്രനോട് പിതാവിനുണ്ടായ മനസ്സലിവ് എത്ര പ്രയോജനകരമായിരുന്നു നമുക്ക് കാണുവാനായിട്ട്. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് സ്വത്തുവകകളെല്ലാം വാങ്ങിക്കൊണ്ട് ദൂരയാത്ര ചെയ്ത് പന്നിക്ക് പോലും കൊടുക്കുവാൻ കൊടുത്ത വാളവര പന്നിക്ക് പോലും കൊടുക്കാൻ കഴിയാതെ വിശപ്പ് കൊണ്ട് പന്നിയുടെ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്ന് ഒടുവിൽ സുബോധത്തോടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ പിതാവ് കാണിച്ച മനസ്സലിവ് എത്ര ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി 19:36, 14 ഇതൊക്കെ നമ്മളെ വായിക്കുമ്പോൾ, പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് യേശു അവരെക്കുറിച്ച് അതേ മനസ്സലിയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മനസ്സിലെ അപ്പോൾ മത്തായി 6:34, മത്തായി 15:32 ഇവിടെയൊക്കെ വായിക്കുമ്പോൾ വിശന്ന പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിയുവാനിടയായിത്തീർന്നു. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ആ പുരുഷാരത്തോട് കാണിച്ച മനസ്സലിവ് എത്ര ബഹുമാനപൂർണ്ണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മത്തായി 8:2 വാക്യം, കുരുടന്മാരുടെ നിലവിളി കേട്ടിട്ട് യേശു അവരോട് മനസ്സലിഞ്ഞു എന്ന് കാണാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ കർത്താവ് മനസ്സലിയുള്ള, അനുകമ്പയുള്ള, മറ്റുള്ളവരുടെ വേദനയിൽ, സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ മനസ്സലിവ് കാട്ടുന്ന ഒരു ദൈവപുത്രനെയാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. മറ്റാർക്കും നമ്മളോട് കരുണ തോന്നാതിരിക്കുമ്പോൾ, മനസ്സലിവില്ലാതിരിക്കുമ്പോൾ, കർത്താവ് നമ്മളോട് കാണിക്കുന്ന ആ ദൈവിക മനസ്സലിവ് എത്ര ശ്രേഷ്ഠമാണ് എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരും. മനസ്സിലായോ? അപ്പോൾ മർക്കോസ് 1:41 വാക്യം, ഭൂതഗ്രസ്തൻ്റെ പിതാവിൻ്റെ അപേക്ഷ കേട്ട് മനസ്സലിഞ്ഞു. കണ്ടോ, ഭൂതഗ്രഹസ്ഥൻ്റെ അപേക്ഷ കേട്ട് കർത്താവ് മനസ്സലിയുവാനായിട്ട് ഇടയായിരുന്നു. എസെക്കിയേൽ 16:5, യെരൂശലേമിനോട് മനസ്സലിവ് തോന്നുവാനിടയായിരുന്നു. മാനവ ജാതി അവസ്ഥയിൽ അവളെ ശുശ്രൂഷിപ്പാനും ഒരു കണ്ണിന് കനിവുണ്ടായി ഇരുന്നില്ല. എന്നാൽ എസെക്കിയേൽ യെരൂശലേമിനെ കുറിച്ച് പ്രസ്താവിച്ചത് അതിക്രമം നിമിത്തം ചിതറിയ ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുന്നത് ദൈവത്തിൻ്റെ ഒരു മനസ്സലിവായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അത് യഹോവയുടെ അതേ അകമൊഴിഞ്ഞ മനസ്സലിവായി നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. പീഡകന്മാരോടും നിമിത്തമുള്ള തൻ്റെ ജനത്തിൻ്റെ നിലവിളിയിൽ യഹോവ മനസ്സലിയുന്നതായി കാണുവാനായിട്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 2:18, 2 രാജാക്കന്മാർ 13:23 ഇവിടെയൊക്കെ മനസ്സലിവിനെക്കുറിച്ച് കാണിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സമൂഹം നമ്മളെ തള്ളട്ടെ, വീട്ടുകാർ തള്ളട്ടെ, ആമേൻ, സ്തോത്രം, നമ്മൾ സമൂഹത്തിന് കൊള്ളാത്തവരായി തീർന്നാലും നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവമാകയാൽ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കാണുകയും കരുതുകയും ചെയ്യുന്ന മനസ്സലിവുള്ള കർത്താവിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുക. അടുത്ത എപ്പിസോഡ് അടുത്തതിൽ ആമേൻ അടുത്ത ദിവസം ഉണ്ടാകും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ദൂത് കേട്ട ഏവർക്കും കർത്താവ് ആമേൻ കൃപയും ആശ്വാസവും മനസ്സലിവും തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.